ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഖത്തറിൽ വെച്ച് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും M23 എന്ന വിമത ഗ്രൂപ്പും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ ലോകരാഷ്ട്രീയത്തിലെ പുതിയൊരു തരംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ലോക സമാധാനം സ്ഥാപിക്കുന്ന ഒരു മഹത് വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുന്നു. മറുവശത്തെ ഇടപെടലിന് പിന്നിൽ കോങ്കോയുടെ പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ലേഖനത്തിൽ ഈ സമാധാന കരാറിന്റെ ആഴത്തിലുള്ള വിശകലനം, അതിന് പിന്നിലെ താല്പര്യങ്ങൾ, കരാറിന്റെ ഫലപ്രാപ്തി, കോങ്കോയിലെ ജനങ്ങൾക്ക് ഇത് നൽകുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ അറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ അന്താരാഷ്ട്ര വേദികളെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. അർമേനിയ അസർബൈജാൻ സംഘർഷത്തിലും ഇപ്പോൾ കോങ്കോയിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ ട്രംപിനൊരു ലോക സമാധാന മൊത്ത കച്ചവടക്കാരൻ എന്ന പ്രതിച്ഛായ നൽകാൻ സഹായകമാകുന്നു. എന്നാൽ ഈ നീക്കങ്ങൾക്ക് മാനുഷികമായ താല്പര്യങ്ങൾക്കപ്പുറം സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്.